കോഴിക്കോട് എലത്തൂർ കുരുവട്ടൂരിൽ കള്ളവോട്ട് ആരോപണത്തിൽ വയോധികനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 191 നമ്പർ ബൂത്തിലാണ് അബ്ദുറഹ്മാൻ എന്നയാളുടെ വോട്ട് മറ്റു അബ്ദുറഹ്മാൻ ചെയ്തത്. സിനോജ് തോമസ് സ്ഥലത്തുണ്ട്. സിനോജ്, ഇപ്പോൾ അറിയാതെ സംഭവിച്ചതാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അതായത് കള്ളവോട്ട് ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. ഏതായാലും പോലീസ് ഈ വയോധികനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. BLO ആണ് ഇത് ഇത്തരത്തിൽ കള്ളവോട്ടാണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ആ ബൂത്തിൽ ചെറിയൊരു ബഹളം നടക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ 191 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യേണ്ടത് അബ്ദുറഹിമാനാണ്. പക്ഷേ വന്ന് വോട്ട് ചെയ്തത് മറ്റൊരു അബ്ദുറഹിമാനാണ്. പാർട്ടിക്കാർ സ്ലിപ്പ് നൽകി അയച്ചതാണെന്നാണ് അബ്ദുറഹ്മാൻ പോലീസിന് പ്രാഥമികമായി പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എലത്തൂരിൽ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ എനിക്കൊപ്പമുണ്ട്. അത് കള്ളവോട്ടാണെന്ന ആരോപണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണോ? തീർച്ചയായിട്ടും. കാരണം എലത്തൂരിൽ ഇത്തവണ UDF അനുകൂലമായിട്ടുള്ള വലിയൊരു ട്രെൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി മൂലം ഈ രീതിയിൽ പലയിടത്തും CPM ഇതുപോലുള്ള കള്ളവോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇവിടെ മച്ചക്കുളത്ത് വെച്ച് ഈ ഒരു സമയത്ത് നടന്നിട്ടുള്ളത്. ഒരു ആള് പേര് മാറി വന്ന് വോട്ട് ചെയ്യുന്നു. അതൊരു വലിയ രീതിയിൽ പ്രായമായ ആളാണോ അല്ലേ എന്നുള്ളല്ലോ. ആളുടെ പേര് സെയിം ആണ്, വേറൊരാളുടെ വോട്ടാണ്. അങ്ങനെ മാറി വന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള കള്ളവോട്ട് എന്ന് പറയുന്നത് അത് പ്രായത്തിൻ്റെ ഇതും പ്രശ്നമല്ലല്ലോ. അത് അവർ തന്നെ പറയുന്നുണ്ട് CPMൻ്റെ ആളുകളാണ് ഇത് സ്ലിപ്പ് ചെയ്ത് കൊടുത്തത്. തെറ്റിദ്ധരിപ്പിച്ച് വിട്ടതായിരിക്കും ഇനി. അല്ല, അത് അറിയില്ല. കാരണം അത് അങ്ങനെ ഒരു ഈ ആളുടെ ഈ പറഞ്ഞ കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലം അതല്ലല്ലോ. അവരുടെ വോട്ടിരിക്കുന്നത് മച്ചക്കുളത്തല്ല. മച്ചക്കുളത്തല്ലാത്ത ഒരാളെങ്ങനെയാണ് മച്ചക്കുളത്തുള്ള ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്നത്? അതിനല്ലേ കള്ളവോട്ടെന്ന് പറയുന്നത്. CPMൻ്റെ പരാജയ ഭീതിയാണ് ഇത്തരം ഒരു വിഷയം ആ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പോലീസ് നടപടി എടുത്തിട്ടുണ്ട്, ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. BLO ആണ് ആളിനെ ഐഡന്റിഫൈ ചെയ്തത്. പോലീസ് അതിന് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. എലത്തൂരിൽ കുറച്ച് പോളിംഗ് ശതമാനം കുറവാണ്, 48% എത്തിയിട്ടുള്ളൂ. മറ്റു മണ്ഡലങ്ങളൊക്കെ 50 കടന്നിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം അത് തീർച്ചയായിട്ടും വലിയ രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും. ഏതായാലും കള്ളവോട്ട് ആരോപണത്തിൽ UDF ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. FIR ഇട്ട് അന്വേഷിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും വയോധികനായ ആളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു അബ്ദുറഹ്മാന്റെ വോട്ട് വേറൊരു അബ്ദുറഹ്മാൻ വോട്ട് ചെയ്തു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും മറ്റ് ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് പൊതുവെ കുറവാണെന്ന് കണക്കാക്കേണ്ടി വരും. 33.09% മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്.